Hi students, let us start our maths class. Today let us discuss some problems based on the last class. Listen. Calculate the required ratios and write them using the least possible counting numbers in these problems. അപ്പോൾ റേഷ്യോ എപ്പോഴും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ്. അതായത് ഫ്രാക്ഷൻസോ ഡെസിമൽസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് മാറ്റണം? കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് 2 pencils the shorter is of length 6 centimeters and the longer 9 centimeters. What is the ratio of the lengths of the shorter and the longer pencils? Okay, you have given the length of the pencils. First, length of shorter pencil. Length of the shorter pencil is 6 centimeters. Next, length of the longer pencil. എങ്ങനെയാണ് ലെങ്ത് ഓഫ് ദ ലോങ്ങർ പെൻസിൽ വരുന്നത്? 9 centimeters. ഓക്കെ, ഇനി ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത്സ് ഓഫ് ദി ഷോർട്ടർ ആൻഡ് ദ ലോങ്ങർ പെൻസിൽസ്? ഷോർട്ടർ പെൻസിലിൻ്റെയും ലോങ്ങർ പെൻസിലിൻ്റെയും ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇവിടെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട് 6ഉം 9ഉം ആണ്. ഇനി ഈ 9 കിട്ടാൻ നമ്മൾ ഈ ഷോർട്ടർ പെൻസിലിൻ്റെ ലെങ്ത്തിന് എന്ത് ചെയ്താൽ മതി? 6 ടൈംസ്, അല്ലെങ്കിൽ ഇവിടെ ഹൗ മച്ച് ടൈംസ് 6 എഴുതാലാണ് നമുക്ക് 9 കിട്ടുക. അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ ടൈംസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6. അല്ലെങ്കിൽ 6ൻ്റെ ഏതോ ഒരു ടൈംസ് എടുത്താൽ, സിക്സിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 9 കിട്ടണം. അതേതാണ്? ഈ 6നെ 3 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 9 കിട്ടിയത് അല്ലേ? അപ്പോൾ 6 + 3 9 എന്ന് പറയുമ്പോൾ നോക്കുക, 6 നമുക്ക് ആ നമ്പറാണ്. അപ്പോൾ അത് 1. 6ൻ്റെ ഹാഫ് ആണ് എന്ത്? 3. അപ്പോൾ ഇതെന്ത് നമുക്ക് പറയാം? 6ൻ്റെ 1/2 ടൈംസ് ആണ് എന്ത് വരുന്നത്? 9. അതായത് നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? 1/2 ടൈംസ് 6 ആണ് 9. ഓക്കെ, 1/2 ടൈംസ് 6 ആണ് എന്ത്? 9. അപ്പോൾ നമുക്ക് 1 എടുത്താൽ എന്താ വരിക? 1/2. അതായത് ഷോർട്ടർ പെൻസിലിൻ്റെ ലെങ്ത്ത് 1 centimeter ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലോങ്ങർ പെൻസിലിൻ്റെ ലെങ്ത്ത് എന്ത് വരും? 1/2. ഇനി 2 എടുത്താലോ എങ്ങനെ വരിക? 1/2 ആണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ 1നെ 2 ആക്കി, അതായത് ഡബിൾ ആക്കി. അപ്പോൾ 1/2നെ ഡബിൾ ആക്കുമ്പോൾ എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ഓഫ് ഷോർട്ടർ പെൻസിലും ലെങ്ത് ഓഫ് ലോങ്ങർ പെൻസിലും നമ്മളെ റേഷ്യോ എന്താണ്? 2:3. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇൻ എ സ്കൂൾ there are 120 boys and 140 girls. What is the ratio of the number of boys to the number of girls? First one, then second question. Number of boys 120. Number of boys 120. Then number of girls 140. ഇങ്ങനെയാണ് ഗേൾസിൻ്റെ ബോയ്സിൻ്റെ എണ്ണം തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ടു ദ നമ്പർ ഓഫ് ഗേൾസ്? ഇനി ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടണം. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ അതിനെ നോക്കുക നിങ്ങൾ. ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് 120 ആണ്, നമ്പർ ഓഫ് ഗേൾസ് 140 ആണ്. ഇതിന് നമുക്ക് ഒരേപോലെ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നേരത്തെ നമ്മൾ റുപ്പീസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? 200ഉം 300, അല്ലെങ്കിൽ 200 400, അല്ലെങ്കിൽ 250 350 എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 എക്സാമ്പിൾ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ഗേൾസിൻ്റെ ബോയ്സിൻ്റെ എണ്ണം പറഞ്ഞിരുന്നു 25ഉം 20 വന്നപ്പോൾ. അപ്പോൾ അതേപോലെ ഇവിടെയും ഈ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണത്തെ നമുക്ക് ഗ്രൂപ്പാക്കി മാറ്റിക്കൂടെ? എങ്ങനെ നോക്കാം? ഒരേ നമ്പറുള്ള ഗ്രൂപ്പ് വരുന്നത് എങ്ങനെയാ നോക്ക്. 120ഉം 140 ആണ്. എങ്ങനെ അതിൽ കോമൺ ആയിട്ട് വരിക?
ഇത് നമുക്ക് 6ന്റെ 20 എണ്ണമുള്ള 6 ഗ്രൂപ്പ്സ് ആക്കി മാറ്റാം അല്ലേ. ഇവിടെ ആണെങ്കിലോ നോക്ക് നിങ്ങൾ 20 ആണെങ്കിൽ ഇവിടെ എന്താ വരിക 7. അപ്പോൾ രണ്ടിലും അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പിലും ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ 20 ആളുകൾ അല്ലെങ്കിൽ 20 മെമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ബോയ്സിൽ? 6 ഗ്രൂപ്പ്സ്. ഇവിടെ ആണെങ്കിലോ 7 ഗ്രൂപ്പ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ടു ദ നമ്പർ ഓഫ് ഗേൾസ്? ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ് വരുന്നത് നോക്ക്. ഇവിടെ രണ്ടിലും ഈക്വൽ ആണ്, 20 ആണ് ഓരോ ഗ്രൂപ്പിലും വരുന്നത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ 6:7. ഓക്കെ. തേർഡ്, 96 women and 144 men attended a meeting. Calculate the ratio of the number of women to the number of men. ഇപ്പോൾ നമ്പർ ഓഫ് വിമൺ 96, ദെൻ നമ്പർ ഓഫ് മെൻ 144. ഇതാണ് അവരുടെ എണ്ണം. സ്ത്രീകൾ 96, പുരുഷന്മാർ 144. കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് വിമൺ ടു ദ നമ്പർ ഓഫ് മെൻ. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള റേഷ്യോ എങ്ങനെ വരിക? ഇപ്പം ഇതിനെ ഇപ്പം നമ്പേഴ്സ് തന്നുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കാം അല്ലേ. ഗ്രൂപ്പാക്കി മാറ്റുമ്പോൾ എങ്ങനെ വരിക? 96ഉം 144ഉം. നേരത്തെ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണം പറഞ്ഞ പോലെ ഇതിന് നമുക്ക് ടൈംസ് എടുക്കണേക്കാളും കുറച്ചും കൂടി എളുപ്പം എന്താ? നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ്സ് ആക്കുകയാണ്. എങ്ങനെ വരിക നോക്ക്. ഇവിടെ 2 times 48 96. 2 times 48 96. ഇനി 144നെ 48 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എത്ര തവണ വരും? 3 ചെയ്ത് നോക്കാം. 3 × 8 24, then 2. 3 × 4 12. 12 + 2 40. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 144നെ എങ്ങനെ എഴുതാം? 3 × 48. അപ്പോൾ ഇവിടെയും 48 ഉള്ള ഗ്രൂപ്പുകളാക്കി മാറ്റാം അല്ലേ. അപ്പോൾ 48 ഉള്ള 2 ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്, 48 ഉള്ള 3 ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ 48 ആയിട്ട് നമ്മൾ ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആരാ പറയുന്നത്? സ്ത്രീകൾ, വിമൺ. അപ്പോൾ വിമൺ എങ്ങനെയാണ്? 2 ഗ്രൂപ്പുകൾ, ഗ്രൂപ്പിൽ 48 മെമ്പേഴ്സ്. ഇവിടെ ആണെങ്കിലോ 3 ഗ്രൂപ്പുകളുണ്ട്, ഓരോ ഗ്രൂപ്പിലും 48 മെൻ അല്ലേ, പുരുഷന്മാരുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേഷ്യോ എങ്ങനെ കിട്ടും? 2:3. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കൂടുതലൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എക്സസൈസിലെ ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ദ നെക്സ്റ്റ് വൺ, 4th. When the sides of a rectangle were measured using a string, the width was 1/4 of the string and the length 1/3 of the string. What is the ratio of the width to the length? അപ്പോൾ സ്ട്രിങ് ആണ് പറയുന്നത്. സ്ട്രിങ് എന്താണെന്ന് അറിയാലോ? യെസ്, ഒരു ചരട് അല്ലേ, അല്ലെങ്കിൽ ഒരു കയർ. Then when the sides of a rectangle were measured using a string, the width was 1/4 of the string and the length 1/3 of the string. അപ്പോൾ 1/4ഉം 1/3 ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ടു ദ ലെങ്ത്? അപ്പോൾ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? വിഡ്ത്ത് എങ്ങനെയാണ്? ആ സ്ട്രിങ്ങിൻ്റെ 1/4ഉം ലെങ്ത് ആ സ്ട്രിങ്ങിൻ്റെ 1/3 ആണ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ എത്രയും നമുക്ക് അറിയില്ല, പക്ഷെ സ്ട്രിങ് കോമൺ ആണ് അല്ലേ. ആ സ്ട്രിങ് സെയിം ഇതാവില്ല. ആ സ്ട്രിങ്ങിൻ്റെ 1/4 എന്താണ്? വിഡ്ത്താണ്. അതേപോലെ ആ സ്ട്രിങ്ങിൻ്റെ 1/3 എന്ന് പറയുന്നത് ലെങ്ത്തും ആണ്. ഇപ്പം 4ൽ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്? വിഡ്ത്ത്. അതേപോലെ 3ൽ ഒരു ഭാഗം ലെങ്ത്തും വരുന്നുണ്ട്. അപ്പോൾ ഏതാ അവിടെ കൂടുതൽ വരിക? ലെങ്ത് ആവില്ലേ? 3ൽ 1ഉം 4ൽ 1 എന്ന് പറയുമ്പോൾ 3ൽ 1 ആവില്ലേ കൂടുതൽ വരിക? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ റേഷ്യോ കാണാം? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 1/2ഉം 1/3 നമ്മളെ റേഷ്യോസ് അല്ലേ. 2 റോപ്സുകളുടെ ലെങ്ത് എടുത്തിട്ടല്ലേ പറഞ്ഞത്? ഇത് സ്മോളർ ലെങ്ത്തും ഇത് ലാർജർ ലെങ്ത്തും. ഇപ്പോൾ 2ൽ 1ഉം 3ൽ 1ഉം ഏതെവിടെ വലുത് വരിക? 1/2 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ദ ഷോർട്ടർ 1/3 മീറ്റർ ആൻഡ് ദ ലോങ്ങർ 1/2 മീറ്റർ. അപ്പോൾ അവിടെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടിയിരുന്നു?
2:3. അതേപോലെ ഇവിടെ 1/4 1/3 ആണ് തന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഇതിൻ്റെ റേഷ്യോയിലേക്ക് എത്താം? എനി ഐഡിയ? അവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ 1/3യും 1/2 എടുത്തപ്പോൾ 6 എന്നൊരു നമ്പർ എടുത്തിരുന്നു അല്ലേ? എന്നിട്ട് 6 ടൈംസ് 1/3 ചെയ്തപ്പോൾ 2ഉം 6 ടൈംസ് 1/2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? 3യും കിട്ടിയിരുന്നു. 2 ആണ്. 6 ടൈംസ് 1/3 2ഉം 6 ടൈംസ് 1/2 എന്തായിരുന്നു? 3യും. അപ്പോൾ നമ്മൾ 2:3 ആണ് our റേഷ്യോ കിട്ടിയത്. അതായത് ഫ്രാക്ഷൻ മാറിയിട്ട് നമ്പേഴ്സിലേക്ക്, കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് വന്നു. ഇനി അതേപോലെ ഈ 1/4ഉം 1/3 ആണ് ഇവിടെ ഉള്ളത്. ഇതിന് നമുക്ക് കോമൺ ആയിട്ട് ഇതേപോലെ ഒരു നമ്പർ എടുക്കാൻ പറ്റും. ഈ 6ന് പകരം ഇവിടെ ഏത് നമ്പർ കൊടുത്താലാണ് നമുക്ക് ഈ ഫ്രാക്ഷൻ മാറിയിട്ട് കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് വരിക? ഇനി അല്ലെങ്കിൽ ഇത് എന്തെടുക്കാം? ഇതിൽ ഏതാ വലുത് വരിക? 1/4 ആണോ 1/3 ആണോ? 1/3 ആണ്. അപ്പോൾ 1/3 എന്ന് പറയുന്നത് ഈ 1/4ന്റെ എത്ര ടൈംസ് ആണ് നോക്കണം അല്ലേ? അപ്പോൾ എങ്ങനെ വരിക? 1/3/1/4. 1/3/1/4 എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു 4/1. അതെന്താ കിട്ടുക? 4/3. ഇങ്ങനെ വരിക അല്ലേ? 4/3 എന്ന് വരും. പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 4/3നെ 1 × 3 3 then 1. അപ്പോൾ ഇത് എങ്ങനെ വരിക? 4/3 1/3 ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 1.5ഉം 1/4 ഒക്കെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിനെ എന്ത് ചെയ്യാം? അത് കമ്പയർ ചെയ്ത് പറയാം അല്ലേ? അപ്പം ഇവിടെ ഇപ്പോൾ 1/4ഉം 1/3 ആണുള്ളത്. നമുക്ക് 12 എന്നൊരു നമ്പർ എടുത്താൽ ഓക്കെ എങ്ങനെ വരിക? 1/4 ടൈംസ് 12 ടൈംസ് 1/4 എങ്ങനെ വരും? 12 ടൈംസ് 1/4 12 ഇൻറ്റു 1/4 ഇത് എത്ര കിട്ടുക? 12/4 3. ഇനി 12 ടൈംസ് 1/3 എത്ര കിട്ടും? 12 ടൈംസ് 1/3 12 ഇൻറ്റു 1/3 അതായത് 12/3 എന്താ കിട്ടുക? 4. അപ്പോൾ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? 3:4. ഓക്കെ, ലിസൺ. When the sides of a rectangle were measured using a string, the width was 1/4 of the string and the length 1/3 of the string. What is the ratio of the width to the length? അപ്പോൾ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് കിട്ടിയത്? 3:4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To fill a larger bottle, 3 1/2 glasses of water are needed, and to fill a smaller bottle, 2 1/4 of glasses are needed. What is the ratio of the volumes of the large and small bottles? ഇപ്പോൾ ലാർജർ ബോട്ടിൽ ഫില്ല് ചെയ്യണമെങ്കിൽ 3 1/2 glasses of water ആവശ്യമാണ്. ദെൻ സ്മോളർ ബോട്ടിൽ ഫില്ല് ചെയ്യണമെങ്കിലോ 2 1/4 of glasses of water മതി. ആദ്യത്തേത് ഫില്ല് ചെയ്യണമെങ്കിൽ 3 1/2 ഗ്ലാസ് വേണം. രണ്ടാമത്തതാണെങ്കിലോ 2 1/4 ഗ്ലാസ് മതി. അത്രയും വെള്ളം മതി. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദി ലാർജ് ആൻഡ് ദി സ്മോൾ ബോട്ടിൽസ്? അപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടുത്തെ മെഷേഴ്സ്? 3 1/2ഉം 2 1/4 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റേഷ്യോയിലേക്ക് മാറ്റണം. ഇതാണ് അളവ് തന്നിട്ടുള്ളത്. ഇതിനെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ റേഷ്യോ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ വരിക? ഇപ്പോൾ ഈ 3 1/2ന്റെ ഡബിൾ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ? 3.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ എടുത്താൽ 7 കിട്ടും. ഇതെന്താ? 2 1/4. 2 1/4 എന്ന് പറയുമ്പോൾ 2.25. അപ്പോൾ അതിൻ്റെ ഡബിൾ എടുത്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 4 1/2. 2.25 അതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ 4.5 കിട്ടും അല്ലേ? 4.5 കിട്ടും. ഇനി ഈ ഫ്രാക്ഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യുക? വീണ്ടും അതിൻ്റെ ഡബിൾ എടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ വരും. അപ്പോൾ 14 എന്തായിട്ട് മാറി? ഇവിടെ 4 1/2 ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 9. ഓക്കെ, അല്ല അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ്റെ പാർട്ടും ടൈമും എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത്
അങ്ങനെ കണ്ടെത്തും, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് കോമൺ ആയിട്ട് വരുന്ന നമ്പർ, ഇപ്പൊ ഇതിനെ മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ 3 1/2 മാറ്റിയിട്ടുണ്ടെങ്കിൽ 3 × 2 6, 6 + 1 എന്താ, ഇത് 7/2 ആവും. ഇനി 2 1/4 ഉള്ളതോ 2 × 4 8, 8 + 1 എന്താവും 9. അപ്പൊ എന്താ വരിക 9/4. ഓക്കെ, പിന്നെ അതിനെ ഒന്ന് മറ്റതിൻ്റെ എത്ര ടൈംസ് ആണ് നോക്കണം. ഇവിടെ 3 1/2 3.5 വലുത് 2.25 അല്ലെ. അപ്പൊ 2.25 എത്ര ടൈംസ് ഉണ്ട് 3.5 നോക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടി വരും, ഈ 3 1/2 2 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 3 1/2 എന്ന് പറയുമ്പോൾ എന്താ 7/2, അതിനെ 9/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും 7/2 × 4/9. That is 7 × 4 28 by 2 × 9 80. ഇനി വീണ്ടും അതിനെ നമുക്ക് ചെറുതാക്കാം അല്ലെ. 28നെയും 18നെയും ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടിലും 2 ഇല്ലേ, 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 ആവും. അതേപോലെ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 ആവും. അപ്പോൾ അവിടുന്ന് എന്താ കിട്ടുക, 3 1/2 എന്ന് പറയുന്നത് 14/9 ടൈംസ് എന്താണ് 2 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ കിട്ടിയ ഈ 14ഉം 9ഉം തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ 3 1/2 എന്ന് പറയുന്നത് 14/9 ടൈംസ് 2 1/4 ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 3 1/2ന്റെ ഡബിൾ 7, ഇവിടെ 4 1/2. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി അതിനെ വീണ്ടും നമ്മൾ ഡബിൾ ആക്കി. അപ്പോൾ എന്തായി 9 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും 14. അപ്പോൾ റേഷ്യോ എന്താ കിട്ടിയത് 14:9. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 122 വിത്തൗട്ട് ഫ്രാക്ഷൻസ് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ. വെൻ ക്വാണ്ടിറ്റീസ് ലൈക്ക് ലെങ്ത് ആർ മെഷേർഡ് യൂസിങ് എ ഡെഫിനിറ്റ് യൂണിറ്റ് we may not always get counting numbers, and it is this fact which led to the idea of fractions. അപ്പോൾ നമുക്ക് എന്താണ് ക്വാണ്ടിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വെൻ ക്വാണ്ടിറ്റീസ് ലൈക്ക് ലെങ്ത് ആർ മെഷേർഡ് യൂസിങ് എ ഡെഫിനിറ്റ് യൂണിറ്റ് വി മേ നോട്ട് ആൾവേസ് ഗെറ്റ് കൗണ്ടിങ് നമ്പേഴ്സ്. എപ്പോഴും എന്ത് കിട്ടണമെന്നില്ല, കൗണ്ടിങ് നമ്പേഴ്സ് കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടാത്ത കേസിൽ അത് എന്തായിട്ട് മാറും, ഫ്രാക്ഷൻസ് ആയിട്ട് മാറും അല്ലേ. ഇൻ കമ്പയറിംഗ് ദ സൈസസ് ഓഫ് ടു ക്വാണ്ടിറ്റീസ് വെൻ ക്വസ്റ്റൻ ഈസ് വെദർ ബോത്ത് ക്യാൻ ബി ഗിവൺ ആസ് കൗണ്ടിങ് നമ്പേഴ്സ് യൂസിങ് എ സ്യൂട്ടബിളി സ്മോൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഈസ് ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് ലീഡ്സ് ടു ദ ഐഡിയ ഓഫ് റേഷ്യോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്വാണ്ടിറ്റീസിൻ്റെ സൈസുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഫ്രാക്ഷൻസ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഫ്രാക്ഷൻ എന്ത് ചെയ്യാം, കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, റേഷ്യോൻ്റെ ഐഡിയയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ദ ലെങ്ത് ഓഫ് 2 objects ആർ ഫൗണ്ട് ആസ് 2/5 ആൻഡ് 3/5. 2 ഒബ്ജക്റ്റുകളുടെ ലെങ്ത് ആണ് എന്തൊക്കെയാണ് 2/5ഉം 3/5. വെൻ മെഷേർഡ് യൂസിങ് എ സ്ട്രിങ്. അപ്പോൾ ഒരു സ്ട്രിങ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ 2 ഒബ്ജക്റ്റുകളുടെ ലെങ്ത് 2/5 ഒന്ന്, മറ്റേതെന്താണ് 3/5. ഇഫ് 1/5 ഓഫ് ദ സ്ട്രിങ് ഈസ് ടേക്കൺ ആസ് എ യൂണിറ്റ്. ഇനി 1/5 നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ വരിക, 2 times 1/5. ഇതോ 3 times 1/5. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ 1/5 എടുക്കുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ 1/5 യൂണിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ഈസ് 2 ആൻഡ് ദാറ്റ് ഓഫ് ദ സെക്കൻഡ് ഈസ് 3. ഒന്നാമത്തിൻ്റെ ലെങ്ത് 2ഉം രണ്ടാമത്തിൻ്റെ ലെങ്ത് എന്തായിട്ട് എടുക്കാം 3. നെക്സ്റ്റ്, ദിസ് ഈസ് ദ മീനിങ് ഓഫ് സേയിങ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത്സ് ഈസ് 2:3 ഓർ 2:3. അപ്പോൾ ആ റേഷ്യോയിലേക്ക് നമ്മൾ എത്തി. എന്താ റേഷ്യോ വന്നത് 2:3. ആ സ്ട്രിങ്ങിൻ്റെ 1/5ഉം അതേപോലെ ഇവിടെ 1/5 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എന്താണ് ലെങ്ത്തുകളുടെ ഒന്നാമത്തെ ലെങ്ത് 2ഉം രണ്ടാമത്തെ ലെങ്ത് എന്തായിട്ടും വരും 3. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ദ മീനിങ് ഓഫ് സേയിങ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത്സ് ഈസ് 2:3. ഇനി സപ്പോസ് ദ ലെങ്ത് ഓഫ് 2 ഒബ്ജക്ട്സ് ആർ 1/3 ആൻഡ് 1/5 ഓഫ് ദ സ്ട്രിങ്. ഇനി 1/3യും 1/5 ആയിട്ട് സ്ട്രിങ്ങിനെ നമ്മൾ മാറ്റുകയാണെങ്കിൽ
ലെങ്ത് ഓഫ് ടു ഒബ്ജക്ട്സ് ആർ 1/3 ആൻഡ് 1/5 ഓഫ് ദ സ്ട്രിങ്. ആ സ്ട്രിങ്ങിൻ്റെ 1/5ഉം 1/3യും ലെങ്ത് ആയിട്ട് ഒബ്ജക്റ്റുകളുടെ ലെങ്ത് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് അവർ പറയുന്നത്? ടു ഗെറ്റ് ബോത്ത് ലെങ്ത്സ് ആസ് കൗണ്ടിങ് നമ്പേഴ്സ്. ഇനി രണ്ട് ലെങ്ത്തുകളും കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ട് കിട്ടണമെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സ്ട്രിങ് ക്യാൻ ബി ടേക്കൺ ആസ് എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സ്ട്രിങ് ക്യാൻ ബി ടേക്കൺ ആസ് എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്? അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ഫ്രാക്ഷൻ ഇവിടെ കൊടുക്കേണ്ടി വരും? എന്ത് ഫ്രാക്ഷൻ കൊടുക്കേണ്ടി വരും? നേരത്തെ നമ്മൾ പറഞ്ഞു 1/5 1/5 എന്തായിട്ടുണ്ട്? 2 times 1/5 3 times 1/5 അങ്ങനെ എടുത്തു. കാരണം നമുക്ക് അവിടെ തന്നിരുന്നത് എങ്ങനെയായിരുന്നു? 2/5ഉം 3/5. ഓക്കെ, പക്ഷെ ഇവിടെ 1/3ഉം 1/5ഉം ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കമ്പാരിസൺ എങ്ങനെ വരിക? ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? 1/15 എടുക്കാം. ഓക്കെ, അപ്പോൾ 1/15 എടുത്തിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ എങ്ങനെ വരും നോക്കാം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സ്ട്രിങ് ക്യാൻ ബി ടേക്കൺ ആസ് എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്? ഏത് ഫ്രാക്ഷൻ, സ്ട്രിങ്ങിൻ്റെ എന്ത് ഫ്രാക്ഷൻ എടുക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ 1/5 എടുക്കാം. അപ്പോൾ റേഷ്യോ എങ്ങനെ വരിക? 5:3. ഓക്കെ, അതായത് 15 times 1/3 എന്ന് പറയുമ്പോൾ 5ഉം 15 times 1/5 എന്ന് പറയുമ്പോൾ എന്താണ്? 3യും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5:3 ആണ് ഇവിടുത്തെ റേഷ്യോ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് circle relations. Look at the pieces of circles below. ഓക്കെ, അവിടെ നോക്കുക നിങ്ങൾ. ഒരു കാൽ സർക്കിളും തന്നിട്ടുണ്ട്, ഒരു ഹാഫ് സർക്കിളും തന്നിട്ടുണ്ട് അല്ലേ? ദ സ്മോളർ പീസ് ഈസ് 1/4 ഓഫ് ദ സർക്കിൾ ആൻഡ് ദ ലാർജർ പീസ് ഈസ് 1/2 ഓഫ് ദി സർക്കിൾ. സോ ദ ലാർജർ പീസ് ഈസ് ട്വൈസ് ദ സൈസ് ഓഫ് ദ സ്മോളർ. അപ്പോൾ കാൽ ഭാഗവും ഹാഫ് ഭാഗവും അല്ലേ തന്നിട്ടുള്ളത് സർക്കിളിൻ്റെ? അപ്പോൾ നമുക്ക് പറയാം ലോങ്ങർ പീസ് അല്ലെങ്കിൽ ദ ലാർജർ പീസ് ഈസ് എന്താണ്? ട്വൈസ് ദ സൈസ് ഓഫ് ദി സ്മോളർ. സ്മോളറിൻ്റെ ട്വൈസ് അല്ലെങ്കിൽ ഡബിൾ ആണ് എന്ത്? ലാർജർ പീസ്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി സൈസസ് ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പീസസ് ഈസ് 1:2. ഒന്ന് മറ്റതിൻ്റെ ഡബിൾ ആണെന്ന് പറയുമ്പോൾ സ്മോളറിൻ്റെ ഡബിൾ ലാർജർ. അപ്പോൾ അതിന് റേഷ്യോ വരിക 1:2. ഇനി നെക്സ്റ്റ് ഫിഗർ നോക്കുക. അവിടെ എന്താണ്? ഹാഫും ഉണ്ട്, പിന്നെ 3/4 ആണ് അവിടെ പറയുന്നത് അല്ലേ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ സൈസസ്? എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ വരിക? അവിടെ ലെറ്റസ് മെഷർ ഈച്ച് യൂസിങ് 1/4 ഓഫ് സർക്കിൾസ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ സർക്കിളിൻ്റെ 1/4 എടുത്താൽ ആദ്യത്തെ എങ്ങനെ വരിക? 2 times 1/4 വരും. അടുത്തതോ 3 times 1/4 വരും. ഓക്കെ, നെക്സ്റ്റ് ദ സ്മോളർ ഫിഗർ ഹാസ് 2 such pieces. വാട്ട് അബൌട്ട് ദ ലാർജർ ഫിഗർ? ലാർജർ എങ്ങനെ വരിക? 3 such pieces ആണ്. 3 വരുന്നില്ലേ? 1/4 3 വെച്ചതാണ് രണ്ടാമത്തെ ഫിഗർ. 1/4 2 വെച്ചതാണ് ആദ്യത്തേത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 1/4ഉം 3 1/4ഉം വരും. അപ്പോൾ റേഷ്യോ എങ്ങനെ കിട്ടുക? 2:3. നെക്സ്റ്റ്, അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഫിഗർ നോക്കി നോക്കുക കേട്ടോ. പേജ് നമ്പർ 123 ആണ്. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സൈസസ് ഓഫ് ദീസ് ടു? അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ് റേഷ്യോ? 2:3. ഓക്കെ, let us stop today's class. Thank you. Have a nice day.